ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് പേജ് ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു സെപ്പറേഷനിലാണെങ്കിലും അവര് നിങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, നിങ്ങൾ എന്ന വ്യക്തി ഒരു എത്ര വലിയ പ്രശ്നങ്ങളിൽ പെട്ട് തോറ്റു തുന്നൻ പാടി പൊട്ടി പാളീസായാലും അവിടെ കരഞ്ഞും വിളിച്ചിരിക്കാതെ പൊരുതി മുന്നേറാനായിട്ട് കരുത്തുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലാതെ കരഞ്ഞു വിളിച്ചുകൊണ്ടൊന്നും ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ. ആ ഒരു തരത്തിലുള്ള എനർജിയാണ് നിങ്ങളെക്കുറിച്ച് കിട്ടുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു മതിപ്പ് അതാണ് അവർക്ക് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു 7 ഓഫ് സോഴ്സ് റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 7 ഓഫ് സോഴ്സിന്റെ കാർഡ് റിവേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാർഡ് വഴി ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഒരു പേഴ്സണ് വളരെയധികമായിട്ട് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ബിഗ് സീക്രട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, ഇത്രയും നാളും ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ഇവർ ഈ ഒരു സീക്രട്ട് എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ഞാനൊന്ന് സെപ്പറേഷനിൽ പോയ സമയത്ത് ഇവർക്ക് എന്നോട് എന്ത് സീക്രട്ടാണ് പറയാനായിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ ഇത്രയും നാളും അവർ ആ ഒരു സീക്രട്ട് അവരുടെ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ വല്ലാതെ വീർപ്പ് മുട്ടുകയും ടെൻഷനിലും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇനി ഇത് മനസ്സിൽ വെക്കാതെ ആരോടെങ്കിലും പറയണം എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ നിങ്ങളോട് തന്നെ പറയാമെന്ന ഒരു തീരുമാനം ഈ വ്യക്തി എടുത്തിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ആ രഹസ്യം കീപ്പ് ചെയ്യുന്നതിൽ ഇവർക്കിപ്പോ അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രഹസ്യമാണ്. അത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടും അവര് അതിൽ നിന്നൊരു റിലീസ് കിട്ടാനായിട്ടും ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള രഹസ്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നു. പിന്നെ വരുന്ന കാർഡ് ക്യൂൺ ഓഫ് വാൻഡ്സ് ആണ്. അതും റിവേഴ്സ് കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു നല്ല സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. മറ്റു വ്യക്തികളുടെ ഒപ്പീനിയൻസ് ഒന്നും എടുക്കാതെ, അതായത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറയാണ്, അയ്യോ നിങ്ങളുടെ പേഴ്സൺ ഇത് ഇങ്ങനെയാട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവം അത്ര ക്യാരക്ടർ അത്ര ശരിയല്ല കേട്ടോ, അത് ഇങ്ങനെയാ അവരിങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. അവരുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളും അവർക്ക് കറക്റ്റ് ആണ് എന്ന് വിശകലനം ചെയ്ത് അവർക്ക് തോന്നുന്ന കാര്യങ്ങളും ബുദ്ധിപരമായി ചിന്തിച്ച് മാത്രമേ അവരൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അതായത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് എടുത്തിട്ട് അതിന്റെ പുറകെ പോകുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളെന്ന് നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ടറിയാം. അപ്പൊ നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.
അപ്പൊ നിങ്ങളെ അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു സ്വഭാവമൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനൊക്കെ നിങ്ങളോട് വളരെയധികം റെസ്പെക്ട് ഈ വ്യക്തിക്കുണ്ട്. സ്നേഹത്തിനേക്കാൾ കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം റെസ്പെക്ട് ഉള്ളതായിട്ടാണ് കാണുന്നത്. ആ ഒരു റെസ്പെക്റ്റിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സ്നേഹം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ഒരു മനുഷ്യനാണ് എന്ന്, യഥാർത്ഥത്തിൽ ഒരു പച്ച മനുഷ്യനാണ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു നല്ല സ്നേഹത്തിന് ഉടമയായ ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടറിന്റെ ഉടമ തന്നെയാണ്. അപ്പൊ അതാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർ നോട്ടീസ് ചെയ്യും, അവർക്ക് അത് ഒത്തിരി ഇഷ്ടമാകുകയും അതിലേക്ക് നിങ്ങളോട് സ്നേഹത്തിനേക്കാൾ കൂടുതൽ ഒരു റെസ്പെക്ട് തോന്നുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസ്പെക്റ്റ് ആണ് പിന്നീട് ഒരു സ്നേഹമായിട്ട് ഇവരിലേക്ക് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വരുന്ന ഒരു കാർഡ് നമുക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് പിന്നീട് വരുന്ന ഒരു കാർഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ മാറാനായിട്ട് അല്ലെങ്കിൽ മാറ്റാനായിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു കാർഡ് ഒരു ആക്ഷന്റെ കാർഡാണ്. ഒരു ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. വളരെയധികം പാഷനോട് കൂടിയാണ് അവരത് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ശ്രമം അവര് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ സക്സസ് ആകും എന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരു റീയൂണിയൻ സാധ്യമാകും എന്ന് അർത്ഥം. അതുപോലെ തന്നെ ആ ഒരു റീയൂണിയൻ നടക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ, ചിലപ്പോൾ അതൊരു ഫൈനാൻഷ്യൽ പരമായ സക്സസോ അല്ലെങ്കിൽ ഒരു രീതിയിലും അടുക്കാത്ത രണ്ട് ഫാമിലീസ് ആണെങ്കിൽ അവരൊരുമിക്കുന്നതോ, അങ്ങനെ എന്തോ ഒരു കാര്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങൾ കൂടി ഈ ഒരു റീയൂണിയനിലൂടെ സാധ്യമാകുന്നു. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അല്ല അവർ പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യാത്ത ഒരു സക്സസ് കൂടി അവരുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് സാരം. അപ്പൊ അതിനു വേണ്ടിയിട്ട്, അപ്പൊ ഈ ഒരു കാർഡ് ഒരു ആക്ഷൻ കാർഡാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവരൊരു ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ആ ആക്ഷനിൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം റീയൂണിയൻ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു റീസ്റ്റാർട്ടും അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ മാറിപ്പോകുന്നതോടൊപ്പം തന്നെ പല നല്ല കാര്യങ്ങളും, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സക്സസും കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു കാർഡ് പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റക്കിൾസ് നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നു എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അത് തന്നെയായിരിക്കാം ഈ ഒരു കാർഡ്. ആക്ഷൻ കാർഡിനൊപ്പം നമുക്ക് കിട്ടിയ ഒരു ഹിന്റ് ഉണ്ട്, എന്തോ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. ആ ഒരു സക്സസ്, ഒരു ഓപ്പർച്യൂണിറ്റി മണി മാറ്റേഴ്സ് തന്നെയാണ് എന്നാണ്, അല്ലെങ്കിൽ ബിസിനസ്, എഡ്യൂക്കേഷൻ, കരിയർ, പ്രോപ്പർട്ടി, ഹെൽത്ത്, എന്തുമായിക്കോട്ടെ, ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തോ ഒരു നല്ല ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൂടാതെ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വളരെയധികമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് അവർ നിങ്ങളെ വലിച്ചെടുപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ ഉണ്ടാകുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതോടൊപ്പം ഉണ്ടാകുന്നു. അത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ഫ്യൂച്ചറിൽ അവർക്ക് നല്ലൊരു സമയമാണ്. ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഒരു പേഴ്സണും ഒരു റീയൂണിയനിൽ വന്നതിന് ശേഷം ഫ്യൂച്ചറിൽ നല്ലൊരു സമയം തന്നെയാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ആ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ആഗ്രഹം സഫലമാകും. രണ്ട് സൈഡിൽ നിന്ന് ഒരേ എനർജി വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരുമിക്കാനുള്ള ഒരു ചാൻസ് നിങ്ങളിൽ വരുത്തും എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ വരുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാർഡ് നയൻ ഓഫ് കപ്സ് ആണ്. ഇവിടെ ഇതൊരു സക്സസ്, ഹാപ്പിനെസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഈ നയൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി എന്ന് പറയാം, ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ എന്താണോ സന്തോഷപ്പെടുത്തുന്നത്, അതായത് എന്ത് കാര്യം ചെയ്താലാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്, നിങ്ങൾ ആരുടെ കൂടെ ആയിരിക്കുമ്പോഴാണോ ഹാപ്പി ആയിരിക്കുന്നത്, അവരോടൊപ്പം ആയിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള വ്യക്തികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ കരയുന്നു എന്ന് അല്ലെങ്കിൽ അൺഹാപ്പി ആയിരിക്കുന്ന കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. സോ പ്ലീസ്
ഡോണ്ട് ഡു ദിസ് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. അതായത് ചില വ്യക്തികളുണ്ട്, മറ്റുള്ള ആളുകളോട് നോ പറയാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പൊ എൻ്റെ ഒരു സന്തോഷം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവർ സന്തോഷിച്ചോട്ടെ, അല്ലെങ്കിൽ അവർക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പല പല കാര്യങ്ങളും മാറ്റി വെക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എടുക്കേണ്ട പല ഡിസിഷൻസും നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിട്ടും ഈ വ്യക്തിക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് അവർ ഈ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ചാൻസ് ഉണ്ട്. വളരെയധികമായിട്ട് ഈ ഒരു കാര്യം പറയുകയാണ്. അവരിപ്പം നല്ല ആക്ഷൻ ഒക്കെ എടുത്ത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്ത് നിങ്ങളുടെ അടുത്തെത്തി എന്ന് വരുന്ന സമയത്ത് നിങ്ങൾ എന്ന പേഴ്സൺ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിന് വിഷമം, അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് വിഷമമാകും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവർക്ക് ഇങ്ങനെ, മറ്റവർക്ക് അങ്ങനെ വിചാരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടി ഭയങ്കര ടെൻഷനായി, ഓക്കെ എന്നാൽ ഞാൻ ഇത് എടുക്കുന്നില്ല, ഈ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല എന്ന രീതിയിൽ ഫ്ലോപ്പ് ആക്കി കളയരുത്. നിങ്ങൾ ഇപ്പൊ ശരിക്കും ചിന്തിക്കേണ്ടത്, നിങ്ങൾ എവിടെയായിരുന്നാലും ആരുടെ കൂടെ ആയിരുന്നാലാണ് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. മറ്റുള്ളവരെ ഹാപ്പിയാക്കി നിർത്തേണ്ടതല്ല നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. പക്ഷെ അങ്ങനെ നമ്മൾ ഹാപ്പിയാകാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ മറ്റുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം. ഓക്കെ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്കൊരു ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലി മാൻ ആണ്, ഒരു ഫാമിലി ഉണ്ട്, അയാൾക്കൊരു ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊരു ഡിസിഷൻ എടുത്തു, ആ ഒരു ആളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ഒരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ ഈ ആളുമായിട്ട് ഇനി ഒരു മാരേജ്, ഒരു കമ്മിറ്റ്മെന്റ്സിലേക്കൊക്കെ പോകാനായിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കുറച്ച് കുട്ടികളും ആ ഒരു കുട്ടികള്, അല്ലെങ്കിൽ ആ ഒരു ആളുടെ വൈഫ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരാണെങ്കിലും അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അല്ലാത്ത ഒരു പക്ഷം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ അത്രയും വലിയൊരു ഡിസിഷൻസ് ഒന്നുമല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഈ ഒരു വ്യക്തി, അതായത് നിങ്ങൾ എപ്പോഴും ഒരു നോ പറയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള ആളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണും മനസ്സിലായിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളൊരു ട്രോളിലൊക്കെ കാണാനിടയുണ്ടായി, ഇൻട്രോവേർട്ട് എന്ന ഒരു രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. അതായത് ഒന്ന് കൈ അറിയാതെ ഒന്ന് കൈ മുകളിലോട്ട് പൊക്കിയപ്പോൾ ഒരു ലോറി വന്ന് നിർത്തി. ആ ലോറിയെ കയറി ആള് ഇപ്പൊ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അതായത് ആ വ്യക്തിക്ക് ഞാൻ അറിയാതെ കൈ ഇങ്ങനെയൊന്ന് കാണിച്ചതാണ് എന്ന് പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർക്ക് അത് പറയാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ ഇതൊരു ട്രോളാണ്, എന്നാലും ഇങ്ങനെയുള്ള ആളുകളും ഉണ്ടോ എന്ന് ചിന്തിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അവർക്ക് കൈ ഇങ്ങനെ മാറ്റിയതാ ചേട്ടാ, അല്ലാതെ ഞാൻ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചതല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ആ കേറിക്കോന്ന് അവർ പറഞ്ഞു, പുള്ളി കയറി പോയിക്കൊണ്ടിരിക്കുക ബാംഗ്ലൂർക്ക്. അപ്പൊ ഈ ഒരു വ്യക്തിയോട് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ പറയാനോ ഇവർക്ക് പറ്റുന്നില്ല. അത് അവർക്ക് നോ പറയാനായിട്ട് ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് പറഞ്ഞുള്ളൂ. അതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ ഓക്കെ, നമുക്ക് കംഫർട്ട് അല്ല എങ്കിലും നമ്മൾ ഓക്കെ, എനിക്കിത് താല്പര്യമില്ല, നോ എന്ന് പറയാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ എന്ന പേഴ്സൺ അങ്ങനെ നോ പറയേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും നോ പറഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി പറഞ്ഞു തരികയാണ്. ഇനിയെങ്കിലും നിങ്ങളുടെ സന്തോഷം നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ നിൽക്കുക. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു കാർഡ് സോർട്സിന്റെ കാർഡാണ്. സോർട്സിന്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടേതായ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടേതായ കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ടേക്ക് ഡിസിഷൻസ് എടുക്കുക. മറ്റുള്ളവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിൽക്കാതിരിക്കുക. അല്ലെങ്കിൽ ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം എല്ലാം തീരുന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തികൾ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മളിപ്പോൾ വിചാരിക്കും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊന്നും ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ അവസാന സമയങ്ങളിലൊന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കില്ല. ഒരു ഡിസിഷൻ ഒക്കെ എടുത്ത് നമ്മൾ വേറൊരു ഇതിലേക്ക് പോയി അവിടെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, നമ്മളൊരു ഡിസിഷൻ എടുത്തു, നമ്മളൊരു
റിലേഷൻഷിപ്പ് ആയിട്ട് എന്തൊരു കാര്യത്തിലേക്കും പോയി അവിടെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഇത് എൻ്റെ ഡിസിഷനാണ്, ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് ഇതിൽ വന്നു, ഞാൻ വന്ന ഒരു പ്രശ്നത്തിൽ പെട്ടു, ഇതിൽ നിന്ന് ഞാൻ റിക്കവറായി കയറി പോകണം എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം നമ്മൾ. അല്ലാതെ ഇപ്പൊ എൻ്റെ ഡിസിഷൻ കൊണ്ടാണല്ലോ എനിക്കിത് വന്നത്. ചില ആളുകളുണ്ട്, നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത് ഇനിയിപ്പം പേരൻസിന്റെ ആ ഒരു രീതിയിൽ പോകാം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഭാവിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരൻസിനെ ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്ന പോലെ പോവാം, അവര് കാരണമാണല്ലോ, ഇവര് കാരണമാണ്, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നമ്മുടെ ലൈഫ് നമ്മളായിരിക്കണം, നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മളൊരു ഡിസിഷൻ എടുത്തു, ഇപ്പൊ എല്ലാ ഡിസിഷനും കറക്റ്റ് ആണെന്ന് ഒരിക്കലും ഒരു നിർബന്ധവും ഇല്ല. എല്ലാ ഡിസിഷനും എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ കറക്റ്റായി വരണമെന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആ നിൽക്കുന്ന സിറ്റുവേഷനിൽ അപ്പോൾ നമുക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്ത് അതിൽ മുന്നോട്ട് പോവുക. ഇനി അതിൽ ഫോൾട്ട് വന്നെങ്കിൽ നമ്മളത് തിരുത്തി നമ്മൾ തന്നെ റിക്കവർ ആക്കി എടുത്തുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കണം. അത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ അവിടെ ഫെയിലായി പോയി എന്ന് വിചാരിച്ചിട്ട് മറ്റു പലതിലേക്കും പോകാനോ ഒന്നും നിൽക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നമുക്കിവിടെ ഒരു ആക്ഷൻ കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു ആക്ഷൻ എടുക്കും. ഈ ഒരു റിലേഷൻഷിപ്പിന് റീയൂണിയൻ ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. യു ആർ ആൻ അമേസിങ് ഹ്യൂമൻ ബീയിങ്, കെയറിങ് ആൻഡ് സെൽഫ്ലെസ്. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഈ റീഡിങ്ങിൽ നമുക്ക് കിട്ടിയ ഒരു കാര്യം തന്നെയാണ്. റീഡിങ്ങിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് അവർ അമേസിങ് ഹ്യൂമൻ ബീയിങ് ആണെന്നാണ് പറയുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ ആണ് എന്നാണ് അവർ പറയുന്നത്. I cannot get enough of you. You drive me crazy. ഓക്കെ, നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത സമയം അവർക്ക് മതിയായില്ല എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ വളരെ ക്രേസി ആയിട്ടാണ് അവരെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിർത്തിയിരുന്നത് എന്നൊരു കാര്യം പറയുന്നു. യു മേക്ക് മീ ഫീൽ ദാറ്റ് ഐ ആം സ്പെഷ്യൽ. ഓക്കെ, നിങ്ങളാണ് അവരെ ഒരു സ്പെഷ്യൽ ആയിട്ട് കണ്ടിരുന്ന, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടായിരുന്നു നിങ്ങൾ അവരെ കണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി സമയത്ത് പറയണം. യു എൻകറേജ് മീ ടു ബി പോസിറ്റീവ് ആൻഡ് ടു സീ ദ ഗുഡ് എവറിവെയർ. ഓക്കെ, എല്ലാ സമയത്തും നിങ്ങൾ അവരെ എൻകറേജ് ചെയ്തിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. പോസിറ്റീവ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടെത്തണം. മറ്റുള്ള എന്ത് കാര്യം നടന്നാലും അതിലൊരു പോസിറ്റീവ് കണ്ടെത്താനായിട്ട് നിങ്ങൾ അവരെ എൻകറേജ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഐ ക്യാൻ നെവർ ഫീൽ ബോർഡ് വെൻ വി ആർ ടുഗെദർ. ഓക്കെ, അവർക്ക് ഒരിക്കലും ബോറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, മടുപ്പ് തോന്നിയിട്ടില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങൾ എന്നാണ് പറയുന്നത്. യു ഹാവ് നോ ഐഡിയ ഓഫ് ദ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് യു ബ്രോട്ട് ടു മൈ ലൈഫ്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരിക്കാം, നിനക്കൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല, എൻ്റെ ജീവിതത്തിലേക്ക് നീ കൊണ്ടുവന്ന ആ ഒരു സന്തോഷത്തിനെ കുറിച്ച് നിനക്ക് ഒട്ടും തന്നെ അറിയില്ലായിരിക്കാം. അത്ര വലിയൊരു സന്തോഷമാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു സമയത്ത് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. സെൻസിറ്റീവ്, റെയിൻബോ സൈൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം. യെസ് പോസിബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 53 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 26, 55, 2 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നു. മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, അടുത്ത ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടാറ്റു ഓൺ ഹാൻഡ്. ഓക്കെ, കൈകളിൽ ടാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ്, സത്യസന്ധത. ഓക്കെ, ഇത് നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ ഒരു സത്യസന്ധനാണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടിയായിരുന്നു.
കൊല്ലം ജില്ല, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. 48 hours എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 48 hours നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 6 days. ഓക്കെ, വീണ്ടും ഒരു പോസിബിലിറ്റി ആണ് കിട്ടുന്നത്. ലെറ്റർ N നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെസ്സി ഹെയർ സ്റ്റൈൽ, മെസ്സി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം. 28 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ലെറ്റർ T നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സർവീസ്. ഓക്കെ, 2003 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 39. ഓക്കെ, ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 36, 1997, നമ്പർ 51, നമ്പർ 12, 1978. ഓക്കെ, ലെറ്റർ E നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പേഷ്യൻസ്, ഒത്തിരി ക്ഷമയുള്ള ആളുകളായിരിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ചാൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. സെക്കൻഡ് സ്റ്റഡ്, നിങ്ങൾ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. കണ്ണൂർ ഡിസ്ട്രിക്ട്. ഓക്കെ, നവംബർ മന്ത് നമുക്കൊരു പോസിബിലിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. ലെറ്റർ F, നമ്പർ 10. ഇത്ര ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.